നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ബഷീർ, വിവിധ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, UDFിന്റെ നേതാക്കന്മാർ, ശ്രീ കേരള കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം നേതാവ് ശ്രീ വണ്ടിപ്പുര ഇസ്മാൽ, ശ്രീ എഫ് ഹുസൈൻ തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ മാങ്കോട് ഗവൺമെന്റ് ആശുപത്രി കഴിഞ്ഞ കുറേ നാളുകളായി വളരെ മോശം അവസ്ഥയിൽ കടന്നു പോവുകയാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പത്തനാപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള മേഖലയാണ് മാങ്കോട്. 4 SC/ST കോളനികൾ ഉൾപ്പെടെ കലഞ്ഞൂർ, കൊല്ലം ജില്ലകൾ, പെർവന്തൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകളിലെ ആളുകളുടെ ഏക ആശ്രയമാണ് ഈ മാങ്കോട് PHC. പക്ഷെ അതിനൊക്കെ ഒരു പ്രാധാന്യം പത്തനാപുരം ഗ്രാമപഞ്ചായത്തോ MLAയോ ഈ പ്രദേശത്തിനോ ഈ ഹോസ്പിറ്റലോ നൽകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രതിഷേധാർഹമായ കാര്യം. ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ രതീഷ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ഹോസ്പിറ്റലിന് വേണ്ടി PHCയുടെ സബ് സെന്റർ തുടങ്ങുന്നതിന് വേണ്ടി 3 സെന്റ് സ്ഥലം ഈ ആശുപത്രി കൊടുത്തിട്ട് അത് ഏറ്റെടുക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ വാർഡിലെ മെമ്പർ തയ്യാറായിട്ടില്ല. ഈ ആശുപത്രിയെ സംബന്ധിച്ച് ആര് വന്നാലും പാരസെറ്റമോളിന്റെ ഗുളിക ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത്, വേറൊരു ഗുളികയും ഇല്ല. എൻ്റെ സുഹൃത്ത് ഇന്നലെ പനിയായിട്ട് ഇവിടെ വന്നു, പാരസെറ്റമോളിന്റെ ഗുളിക കൊടുത്തു, അത് കഴിക്കാതെ അത് കഴിച്ചിട്ട് ശരിയാകാനിട്ട് ഡോളോടെ ഗുളിക സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപോലെ ഇവിടെ ഷുഗർ കൊടുക്കുന്ന സ്റ്റിപ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ചുരുക്കത്തിൽ ഈ കിഴക്കൻ മേഖലയെ അപ്പാടെ അവഗണിക്കുന്ന പഞ്ചായത്തിന്റെ പ്രതിഷേധാർഹമായ നടപടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് UDF ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സമയക്കുറവായതിനാൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ ഒട്ടേറെ നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. ഈ പരിപാടി ആമുഖ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ സാജു ഖാൻ അവരെ ക്ഷണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൊടുക്കുകയും ഈ മാങ്കോട് PHCയുടെ ഹെൽത്ത് കമ്മിറ്റി വിളിക്കുകയും ആ കമ്മിറ്റിയിൽ മാങ്കോട് മേഖലയിൽ ഉള്ള ആളുകൾ ഈ ആശുപത്രിയിൽ വന്നാൽ നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 5 രൂപ 10 രൂപയായി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ആ HMC കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ശ്രീ മാങ്കോട് ഷാജഹാനും ബന്ധപ്പെട്ട ഒരാളും കൂടി അവിടെ നിയോജക കുറിപ്പ് രേഖപ്പെടുത്തുകയും അത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിയന്തരമായി ഒരു പ്രക്ഷോഭ പരിപാടി നടത്തുവാൻ തീരുമാനിച്ചത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 4 SC കോളനികളും കിഴക്കൻ മലയോര മേഖല എന്ന് നമ്മൾ പറയുമ്പോൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമാണ്. ഈ പ്രദേശത്ത് PHC ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നും ഫണ്ടയക്കുകയും കെട്ടിടം നൽകുകയും ചെയ്തു. MLA ഇവിടെ വന്ന് വളരെ വിപുലമായ സമ്മേളനം നടത്തി ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഇത് കിടത്തി ചികിത്സ ഉള്ള 24 മണിക്കൂറും ഡോക്ടർ ഇവിടെ സേവനം നൽകുന്ന ഒരു ആശുപത്രിയായി മാറ്റും. അദ്ദേഹം 2016 ശ്രീ ഉമ്മൻചാണ്ടി പത്തനാപുരത്തിന് അനുവദിച്ച 91 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി 10 വർഷമായിട്ടും യാഥാർത്ഥ്യമാകാത്ത ഒരു ജനപ്രതിനിധിയാണ് നമുക്കിവിടെ വാഗ്ദാനം നൽകിയത്. അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം കൊണ്ടിരുന്ന ഈ പ്രദേശത്തുള്ള പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമാണ്. ആ ജനാധിപത്യങ്ങളുടെ ഭാഗമായി അവരെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്നും രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചെത്തുന്ന കോളനി നിവാസികളായിട്ടുള്ള സാധാരണക്കാരാണ്. SC കുടുംബത്തിലെയും മൈനോറിറ്റി കുടുംബത്തിലെയുമുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായി അധിവസിക്കുന്നത്. ഈ തൊഴിലാളി വർഗത്തോടൊപ്പം നിന്ന് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഇവിടെ നിന്നും ആളുകൾ വിജയിച്ചു പോയത്. എന്നാൽ 55 വർഷക്കാലമായി പത്തനാപുരം പഞ്ചായത്ത് തുടർച്ചയായി ഭരിക്കുന്ന പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന് CPM-ന് ഈ മലയോര മേഖലയിലുള്ള മാങ്കോടുള്ള സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഇവിടെയുള്ള ആളുകൾ ഒരു വലിയോ പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖമോ വരുമ്പോ 5 രൂപ കൊടുത്ത് ഈ ആശുപത്രി അഭയം പ്രാപിക്കുന്ന ആളുകൾ ഇപ്പോ 10 രൂപ വീതം അടയ്ക്കണം. കാരണം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി ഈ പൂങ്കുളഞ്ഞിയിൽ നിന്നും പത്തനാപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥലവും വീടും കെട്ടിടവും വെച്ച് സ്വന്തം മകനെ വിദേശത്തേക്ക് വ്യവസായത്തിന് വേണ്ടി അയച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ഇപ്പോൾ പറയുന്നത് അദ്ദേഹം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന് വരുത്തി വെച്ചിട്ടുള്ള 35 കോടി രൂപയുടെ ആ വലിയ ബാധ്യത അടയ്ക്കുന്നതിന് ഇവിടെയുള്ള പത്തനാപുരത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട്, ഓൺ ഫണ്ട് മൊത്തം എനിക്ക് ചെലവാക്കിയാണ്.
ആ 35 കോടി രൂപയുടെ പലിശയാണ് ഒരു മാസം 28 ലക്ഷം രൂപ അടയ്ക്കുന്നത്. ഇനി ഇവിടുന്നുള്ള പാവപ്പെട്ടവർ വരുന്ന CHSകളിൽ 5 രൂപ എന്നുള്ളത് 10 രൂപയാക്കിയാണ്. ആ 10 രൂപ വാങ്ങിക്കുന്നത് എന്തിനാ? ഇവിടെ സിറിഞ്ച് വാങ്ങിക്കാനോ, ഇവിടെ കോട്ടൺ വാങ്ങിക്കാനോ, ഇവിടെ ആശുപത്രിയിലെ ഫാർമസിസ്റ്റിനെ നിയമിക്കുവാനോ, ഇവിടെ വരുന്ന ഡോക്ടർക്ക് ഫുൾ സേവനം കൊടുക്കുവാനോ വേണ്ടിയിട്ടല്ല. പത്തനാപുരത്ത് പണി കഴിച്ചിട്ടും തീരാത്ത ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പലിശ അടയ്ക്കുവാൻ വേണ്ടിയാണ്. ആ പലിശ അടയ്ക്കുവാൻ വേണ്ടി കർഷകരെയും കൂലിത്തൊഴിലാളികളെയും പിഴിയുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM സ്വീകരിക്കുമ്പോൾ കോൺഗ്രസും UDF-ഉം വലിയ പ്രതിഷേധവുമായി പ്രതിരോധവുമായി കടന്നു വരും. അതിന്റെ തുടക്കമാണ്. ആ തുടക്ക സമരത്തിന് എന്താണോ ഞങ്ങളുടെ ആവശ്യമെന്നുള്ളത് പറയുവാനാണ് ഈ അവസരം വിനിയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആവശ്യവുമായി ഞങ്ങൾ കടന്നു വരുന്നത് കോൺഗ്രസുകാർക്ക് വേണ്ടിയിട്ടല്ല, UDF-ന് വേണ്ടിയിട്ടല്ല, ഈ